സ്കോർ റെയിൽവേ മലയാളത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ RRB ടെക്നീഷ്യൻ 2025 ടെക്നീഷ്യൻ ഗ്രേഡ് 3 2025ന്റെ റിസൾട്ട് എല്ലാം വന്നിട്ടുണ്ട്. 2026 ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ ജൂൺ മാസം അവസാനം വരാനിരിക്കുകയാണ്. കുട്ടികൾ നമ്മുടെ അടുത്ത് 2025 കട്ട് ഓഫ് അനാലിസിസ് വീഡിയോ ചെയ്യുമെന്നെല്ലാം ചോദിക്കാറുണ്ട്. 2026 പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഇത് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അപ്പോൾ ചെന്നൈ RRBയുടെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന ഒരു RRBയാണ് ചെന്നൈ RRBയുടെ. അപ്പോൾ ചെന്നൈ RRBയുടെ 2025 കട്ട് ഓഫിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. കട്ട് ഓഫിന്റെ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ട്രേഡുകൾക്കാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ്, അല്ലെങ്കിൽ ഏതൊക്കെ പോസ്റ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത്, ഏതൊക്കെ പോസ്റ്റുകൾക്കാണ് താരതമ്യേന കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്, കട്ട് ഓഫ് വേക്കൻസി ഒരു മാനദണ്ഡമാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ടായിരിക്കും. നിങ്ങളൊന്ന് തുടക്കം തൊട്ട് അവസാനം വരെ ഈ വീഡിയോ കണ്ടിരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ടെക്നീഷ്യൻ ഗ്രേഡ് 3 ചെന്നൈ RRBയിലെ ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് വേക്കൻസി കൂടിയിട്ടും കട്ട് ഓഫ് എന്തുകൊണ്ട് കൂടുന്നു എന്നൊരു സംശയം പല കുട്ടികൾക്കും ഉണ്ട്. വേക്കൻസി കൂടുതലാണ്, പക്ഷെ കട്ട് ഓഫും കൂടുതലാണ്. ചില പോസ്റ്റുകൾ നമുക്കറിയാം 2025 RRB നോട്ടിഫിക്കേഷൻ ആയിട്ട് പുറത്തു വന്നപ്പോൾ 30 പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. 49 ITI ട്രേഡുകാർക്ക് 30ഓളം പോസ്റ്റുകളിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിരുന്നത്. ടു ബി പ്രിസൈസ് 29, കാരണം ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണ്, അത് ITI കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് അല്ല. അപ്പോൾ 49 ITI ട്രേഡുകൾ, 29 പോസ്റ്റുകൾ. ഓരോ പോസ്റ്റിനും വ്യത്യസ്ത വേക്കൻസീസ് ആണ് ഓരോ RRBയിലും ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉണ്ടായിരുന്ന ചില പോസ്റ്റുകൾക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ വിചാരിക്കുക, ഒഴിവ് കൂടുതലാണല്ലോ, അപ്പോൾ കട്ട് ഓഫ് കുറയാനുള്ളൊരു സാധ്യതയില്ല. പക്ഷെ അങ്ങനെയല്ല വന്നത്. എന്ത് പറ്റി? കട്ട് ഓഫ് അവിടെ കൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 1-2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇലക്ട്രിക്കൽ TRS എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. കാറ്റഗറി നമ്പർ 8 ആയിരുന്നു. ചെന്നൈ RRBയിൽ അതിൻ്റെ ഒഴിവ് 208 ഒഴിവാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ആകെ 6000 ഒഴിവാണ് ഉണ്ടായിരുന്നത് ടെക്നീഷ്യന്, അല്ലേ? അതിലെ 208 ഒഴിവ്, ഈ 30 ട്രേഡുകളിൽ 208 ഒഴിവ് ഈ കാറ്റഗറി 8-ന് എവിടെ മാത്രം ഉണ്ടായിരുന്നു? ചെന്നൈയിലുണ്ടായിരുന്നു. കട്ട് ഓഫ് എത്രയാണ് വന്നത്? 84 കട്ട് ഓഫ് വന്നിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഫിറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ് നോക്കുക. കാറ്റഗറി 23 സദേൺ റെയിൽവേയിൽ. കാരണം ഫിറ്റർ ഞാൻ SR പ്രത്യേകം എടുത്ത് എഴുതാൻ കാരണം ഫിറ്റർ എവിടെയും ചോദിച്ചിട്ടുണ്ട്, എവിടെയും ഉണ്ടായിരുന്നു. കോച്ച് ഫാക്ടറിയിലും ഒഴിവുണ്ടായിരുന്നു. കോച്ച് ഫാക്ടറിയിലും ഉണ്ടായിരുന്നു, സദേൺ റെയിൽവേയിലും ഉണ്ടായിരുന്നു. സദേൺ റെയിൽവേയിൽ 179 ഒഴിവുണ്ടായിരുന്നു. പക്ഷേ കട്ട് ഓഫ് എത്രയായി? 77 അപ്പോൾ ഇവിടത്തേക്കാളും എത്ര ചെറിയ വ്യത്യാസ വേക്കൻസിയിൽ വന്നിട്ടുള്ളൂ. പക്ഷെ കട്ട് ഓഫ് എത്ര? 7 മാർക്കിന് മുകളിൽ കട്ട് ഓഫ് അവിടെ കുറഞ്ഞു. അപ്പോൾ കട്ട് ഓഫും വേക്കൻസിയും തമ്മിൽ അങ്ങനെ നേരിട്ട് വല്ല ബന്ധമുണ്ടോ? നേരിട്ട് ബന്ധമുണ്ട്. പക്ഷേ വേക്കൻസി മാത്രമല്ല എന്തിനെ തീരുമാനിക്കുന്നത്, കട്ട് ഓഫിനെ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വേക്കൻസി കൂടിയാലും കോമ്പറ്റീഷൻ കുറയണമെന്ന് ഇല്ല. ഇപ്പോൾ 208 വേക്കൻസി ഇവിടെ ഉണ്ട് എന്നുള്ളതിനർത്ഥം അവിടെ നിങ്ങൾക്ക് കട്ട് ഓഫ് കുറവായിരിക്കും, എളുപ്പത്തിൽ ജോലി കിട്ടും എന്നല്ല. ആ 208 ഒഴിവുകളിലേക്ക് മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? കട്ട് ഓഫ് കൂടും. അപ്പോൾ വേക്കൻസി കൂടിയാലും കോമ്പറ്റീഷൻ കുറയണമെന്നില്ല. ഇതാണ് നിങ്ങൾ ആദ്യം 2025 ചെന്നൈ RRBയുടെ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ആദ്യ പാഠം. 2026 പരീക്ഷ എഴുതാനായിട്ട് പോകുന്ന കുട്ടികൾ, നിങ്ങളുടെ മുന്നിലേക്ക് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങളുടെ മുന്നിലേക്ക് വേക്കൻസി ചാർട്ട് വരും. നിങ്ങൾ അപ്ലൈ ചെയ്യാനിരിക്കുന്ന സമയത്തും പ്രിഫറൻസ് കൊടുക്കാനിരിക്കുന്ന സമയത്തും എല്ലാം ഇത് മനസ്സിലുണ്ടായിരിക്കണം. വേക്കൻസി കൂടുതലാണ് എന്ന് കണ്ട് എവിടെയെങ്കിലും ചാടിക്കയറി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം എന്താണ്? വേക്കൻസി കൂടിയാലും കോമ്പറ്റീഷൻ കുറയണമെന്ന് ഇല്ല. വേക്കൻസി ഒരു സ്ഥലത്ത് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് അവിടെ കട്ട് ഓഫ് കുറയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനി ചെന്നൈ RRB 2025 ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടായിട്ടുള്ള ട്രേഡുകൾ നമുക്കൊന്ന് നോക്കാം, അല്ലെങ്കിൽ പോസ്റ്റുകൾ നമുക്കൊന്ന് നോക്കാം. മോസ്റ്റ് കോമ്പറ്റീറ്റീവ് ട്രേഡ്സ് ഇൻ ചെന്നൈ RRB 2025 ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ള പോസ്റ്റ് SNT, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. +2 ഫിസിക്സ് ആൻഡ് മാത്സ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അപ്ലിക്കൻസ് വന്നുകൊണ്ടായിരിക്കാം എന്ത് പറ്റി? 90.47 ആ പോസ്റ്റിന്റെ കട്ട് ഓഫ് വന്നപ്പോൾ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കട്ട് ഓഫ് വന്ന പോസ്റ്റ് ഏതാണ്? ഇലക്ട്രിക്കൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ആൻഡ് വർക്ക്ഷോപ്പിലേക്ക്, ഇന്ത്യൻ കോച്ച് ഫാക്ടറിയിലേക്ക് 88.97 കട്ട് ഓഫ് വന്നു. റെഫ്രിജറേഷൻ ആൻഡ് AC 88.63, ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് 85.59, ഇലക്ട്രിക്കൽ ആൻഡ് TRS എത്രയാണ്? 84.81. ചെന്നൈ RRB 2025 കട്ട് ഓഫ് അനാലിസിസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡുകൾക്ക് കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. ഇതൊരു ട്രെൻഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ 2025 ചെന്നൈ RRBയിലെ അനാലിസിസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ്?
ടോപ്പ് 5 കട്ട് ഓഫ് വന്നിട്ടുള്ള ടോപ്പ് 5 ഒരു 4 ട്രേഡെങ്കിലും ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡുകളിൽ ITI ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങളുടെ കട്ട് ഓഫ് കഴിഞ്ഞ വർഷം കൂടുതലായിരുന്നു. 85-ന് മുകളിലാണ് ഒട്ടുമിക്ക പോസ്റ്റുകളിലും കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഈ കട്ട് ഓഫുകളെല്ലാം തന്നെ UR EWS കട്ട് ഓഫുകളാണ്. ഞാൻ മറ്റ് റിസർവേഷൻ കമ്മ്യൂണിറ്റീസിന്റെ ആ കട്ട് ഓഫോടെ കാണിച്ചിട്ടില്ല. UR EWS അല്ല, UR അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള കട്ട് ഓഫാണ് ഞാൻ ഇവിടെ പ്രധാനമായിട്ടും കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് മോസ്റ്റ് കോമ്പറ്റേറ്റീവ് ട്രേഡ്സ്. ആദ്യത്തെ 5 ട്രേഡുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. 5 എണ്ണത്തിന്റെയും കട്ട് ഓഫ് ഏകദേശം 85 മുതൽ 90 മാർക്ക് വരെ വേരി ചെയ്യുന്നതാണ്. അതിൽ ബഹുഭൂരിപക്ഷം ട്രേഡുകളും ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആണ് എന്നുള്ളൊരു അനാലിസിസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഓർത്തു വെക്കുക. അങ്ങനെയെങ്കിൽ 2025-ൽ ചെന്നൈ RRBയിൽ റിലേറ്റീവ്ലി സേഫ് ആയിട്ടുള്ള ട്രേഡുകൾ അല്ലെങ്കിൽ റിലേറ്റീവ്ലി കോമ്പറ്റീഷൻ കുറഞ്ഞിട്ടുള്ള കട്ട് ഓഫ് കുറഞ്ഞിട്ടുള്ള ട്രേഡുകൾ നമുക്കൊന്ന് നോക്കിയാലോ. ഏതൊക്കെയാണ് വരുന്നത്? ഞാൻ 4 ട്രേഡുകളാണ് കൊടുത്തിട്ടുള്ളത്. വെൽഡർ എത്രയാണ്? 76.14, 75-ന് ജസ്റ്റ് മുകളിലായിട്ട് നിൽക്കുന്നു. ഫിറ്റർ 77.23, ക്രെയിൻ ഡ്രൈവർ 79.71, കാരേജ് ആൻഡ് വാഗൺ 80.23. ഇവിടെ നമുക്ക് എന്താണ് സിമിലർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്? വർക്ക്ഷോപ്പും ആൻഡ് മെക്കാനിക്കൽ സൈഡ് അല്ലെങ്കിൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡുകൾക്ക് താരതമ്യേന കട്ട് ഓഫ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 2025-ലെ നോട്ടിഫിക്കേഷൻ പ്രകാരം 49 ITI ട്രേഡുകാർക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. ഈ 49 ട്രേഡുകളിൽ 22ഓളം ട്രേഡുകൾ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ പൊതുവെ മെക്കാനിക്കൽ ട്രേഡുകൾ എണ്ണം കൂടുതലായിട്ട് കൂടെ മെക്കാനിക്കൽ ട്രേഡുകളിൽ കട്ട് ഓഫ് താരതമ്യേന കുറവായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കമ്പയർഡ് ടു ഇലക്ട്രിക്കൽ. ഇലക്ട്രിക്കലിന്റെ റേഞ്ച് കിടക്കുന്നത് 85 to 90 ആണെങ്കിൽ മെക്കാനിക്കലിന്റെ റേഞ്ച് കിടക്കുന്നത് ഒരു 75 to 80 ആണ്. ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫുകൾ വരുന്നതിൽ ബഹുഭൂരിപക്ഷം ട്രേഡുകളും മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡുകളാണെന്നുള്ള കാര്യം കൂടെ ചെന്നൈ RRBയുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ചെന്നൈ RRB 2025-ലെ ചെന്നൈ RRBയുടെ അനാലിസിസ് നമ്മൾ മനസ്സിലാക്കിയ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വേക്കൻസി കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് കോമ്പറ്റീഷൻ കുറയണമെന്നില്ല. 2, ചെന്നൈ RRB 2025-ൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം നടത്തിയപ്പോൾ ടോപ്പ് 5 കട്ട് ഓഫ് വന്നിട്ടുള്ള ട്രേഡുകളിൽ ബഹുഭൂരിപക്ഷം ഇലക്ട്രിക്കൽ റിലേറ്റഡ് ട്രേഡ്സ് ആണ്. 3, ഏറ്റവും ബോട്ടത്തിലുള്ള താഴെ കിടക്കുന്ന കട്ട് ഓഫുകളിൽ ഏറ്റവും താഴെ കിടക്കുന്ന 5 കട്ട് ഓഫുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഭൂരിപക്ഷം വരുന്നത് വർക്ക്ഷോപ്പ് ആൻഡ് മെക്കാനിക്കൽ റിലേറ്റഡ് ട്രേഡ്സ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വാക്കൻസിയും കട്ട് ഓഫും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിന്റെ ആ ഒരു മിത്ത് പൊളിക്കുക. വാക്കൻസി കൂടിയാൽ കട്ട് ഓഫ് കൂടും, വാക്കൻസി കുറഞ്ഞാൽ കട്ട് ഓഫ് കുറയും, അല്ലെങ്കിൽ വാക്കൻസി കൂടിയാൽ കട്ട് ഓഫ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും, വാക്കൻസി കുറഞ്ഞാൽ കട്ട് ഓഫ് കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള മിത്തുകളൊക്കെ പൊളിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വാക്കൻസി മാത്രമല്ല കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത്. ഞാൻ എക്സാമ്പിൾസ് ആയത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇലക്ട്രിക്കൽ ആൻഡ് TRS നമ്മൾ നേരത്തെ കണ്ടതാണ്. 208 ഒഴിവുകളുള്ള ഈ പോസ്റ്റിന്റെ കട്ട് ഓഫ് UR കട്ട് ഓഫ് വന്നത് 84.81 ആണ്. 208 ഒഴിവെന്ന് പറഞ്ഞാൽ നല്ല ഒഴിവുണ്ട് അല്ലെ. 1300 ചില ഒഴിവുകളുള്ള ചെന്നൈ RRBയിൽ 208 ഒഴിവ് ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിന് മാത്രമാണ്. അതിന് 84.81 കട്ട് ഓഫ് വന്നു. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കുക. ഫിറ്റർ ഞാൻ നേരത്തെ കാണിച്ചാണ്. 179 ഒഴിവുകൾ ഉണ്ടായിട്ടും അവിടെ 77.23. അപ്പോൾ അവിടെ വേക്കൻസി കൂടുതലാണ്, പക്ഷെ കട്ട് ഓഫ് എന്താണ്? കുറവാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു ലോജിക്കാണ് അവിടെ വർക്കൗട്ട് ആയത്. മറ്റൊരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. ബ്ലാക്ക് സ്മിത്ത് 18 ഒഴിവുള്ളൂ. 18 ഒഴിവുള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ കട്ട് ഓഫ് വിചാരിക്കുക 90-ന് മുകളിലായിരിക്കും. കട്ട് ഓഫ് എത്രയാണ് വന്നിരിക്കുന്നത്? 55.67. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വേക്കൻസി മാത്രമല്ല കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത് എന്ന് വളരെ എവിഡന്റ് ആണ്. കാരണം വേക്കൻസി 18 ഉള്ളിടത്ത് 55.67 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. വേക്കൻസി 208 ഉള്ളിടത്ത് 84.81 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പോൾ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 26-ൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. വേക്കൻസി മാത്രം നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോൺട്രഡിക്ഷൻസ്, ഈ പറയുന്ന വിരോധാഭാസങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ടിരിക്കുക. എന്തുകൊണ്ടായിരിക്കും ഇവിടെ കട്ട് ഓഫ് കുറയാൻ കാരണം? തീർച്ചയായിട്ടും ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്ന ആ പോസ്റ്റിന് എലിജിബിൾ ആയിട്ടുള്ള ITI ട്രേഡുകാരുടെ എണ്ണം കുറവാണ്, അവർ അപ്ലൈ ചെയ്തവരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ടാണ് അവിടെ കട്ട് ഓഫ് കുറവ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എലിജിബിൾ കാൻഡിഡേറ്റ് പൂൾ മാറ്റേഴ്സ് ആസ് മച്ച് ആസ് വാക്കൻസി. ഒഴിവ് 18 ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ 18 ഒഴിവുകളിലേക്ക് 100 പേര് അപ്ലൈ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ 55.67 കട്ട് ഓഫ് വരുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. 208 ഒഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് 20,000 പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കട്ട് ഓഫ് കൂടും. അതാണ് വേക്കൻസിയും കട്ട് ഓഫും തമ്മിൽ നമുക്ക് നേരിട്ടൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് പറ്റില്ല. എന്തിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് പൂളിന്, അതായത് എത്ര പേര് അപ്ലൈ ചെയ്തു എന്നുള്ളതിനെ കൂടെ അത് ആശ്രയിച്ചിരിക്കും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക.
അങ്ങനെയെങ്കിൽ 2026 6242 ഒഴിവുകളാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 അപ്ലൈ ചെയ്യാനിരിക്കുന്ന കുട്ടികൾക്ക് കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയായിരിക്കണം നിങ്ങളുടെ സേഫ് സ്കോർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എത്ര മാർക്ക് മനസ്സിൽ കണ്ടു വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്, നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ 85 മാർക്കിന് മുകളിൽ വാങ്ങിച്ചാലാണ് നിങ്ങൾ സേഫായിട്ട് ഇരിക്കുകയുള്ളൂ. സേഫായിട്ട് ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 85 മാർക്കിന് മുകളിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ പോസ്റ്റിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അതുകൊണ്ടുള്ള ഗുണം? ഇപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം കേരള PSC നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിനകത്ത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്, കമ്പനി ബോർഡ് ഉണ്ട്, മറ്റ് ഒരുപാട് എക്സാംസ് ഉണ്ട്. ഈ എല്ലാ എക്സാംസിന്റെയും പ്രിലിമിനറി കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്താലുള്ള ഗുണം എന്താ? നിങ്ങൾക്ക് എല്ലാത്തിന്റെയും മെയിൻസ് എഴുതാം അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ 85 മാർക്കിന് മുകളിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് പോസ്റ്റുകൾ ക്ലിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ജോലി എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ ജോലി ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് URകാരുടെ അവസ്ഥ. OBC 80 മാർക്ക്, SC 75 മാർക്ക്, ST 70 മാർക്ക്, EWS 80 മാർക്കാണ്. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ചെന്നൈ RRBയുടെ ഒരു ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അഗെയിൻ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണോ? അല്ല. എന്താ കാരണം? കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏത് ട്രേഡ്, വേക്കൻസി എത്ര, നമ്പർ ഓഫ് അപ്ലിക്കൻസ് എത്ര, ഏത് RRB, ഇതെല്ലാം അനുസരിച്ച് മാറുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക് എഴുതി വെച്ചു, അടുത്ത വർഷം കട്ട് ഓഫ് ഇതുപോലെ തന്നെ വരണം യാതൊരു നിർബന്ധവുമില്ല. കാരണം എന്താ? നമ്പർ ഓഫ് അപ്ലിക്കൻസിന്റെ എണ്ണം കൂടിയാലോ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന RRB മാറിയാലോ, വേക്കൻസിയിൽ ഇടിവ് വരികയോ കൂടുതൽ വരികയോ ചെയ്താലോ, ട്രേഡുകളുടെ എണ്ണത്തിൽ മാറ്റം വരികയോ മറ്റോ ചെയ്തു കഴിഞ്ഞാലോ എന്ത് ചെയ്യും? കട്ട് ഓഫിന്റെ എൻറ്റയർ പാറ്റേൺ മാറും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? ഒരു താരതമ്യം നടത്താം, നമുക്കൊരു പഠനം നടത്താം. എത്രമാത്രം കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണയിലെത്താം. 80 മാർക്കിന് മുകളിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ 80 മാർക്കിന് മുകളിൽ കിട്ടുന്ന രീതിയിൽ പഠിച്ചാലല്ലാതെ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. 6242 ഒഴിവുകൾ 21 RRBകളിലേക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എത്ര പോസ്റ്റാണ് വരുന്നത് അത്രയും പോസ്റ്റുകളിലേക്കായിട്ട് വീതം വെച്ച് വരുമ്പോൾ ഇത്ര മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പോസ്റ്റിലേക്ക് കയറി കൂടാനായിട്ട് പറ്റുള്ളൂ. അതിന് ചെറിയൊരു പഠനം മാത്രം പോരാ. നല്ല രീതിയിൽ തുടക്കം തൊട്ട് ഉഷാറായിട്ട് സബ്ജക്റ്റ് മനസ്സിലാക്കി, ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കി, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാക്കി, ഡീറ്റെയിൽ ആയിട്ട് തുടക്കം തൊട്ടൊരു സ്റ്റഡി പ്ലാനോടുകൂടെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അനാലിസിസ് പറയുന്നത്. അല്ലാണ്ട് 2025-ലെയോ 2024-ലെയോ കട്ട് ഓഫ് അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകില്ല. ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുക. എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട്, എത്ര മാർക്ക് നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ നമ്മുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേഡ് 1ന്റെ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നമ്മുടെ സ്കോറിന്റെ ഭാഗമായിട്ട് പഠിച്ചു തുടങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ടാവും. ആ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ തന്നെ ചാനലിൽ വരുന്ന ദിവസങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഗ്രേഡ് 1ന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും, റെയിൽവേയിൽ വരുന്ന എല്ലാ അപ്ഡേറ്റ്സും ഏറ്റവും വേഗത്തിൽ, ഏറ്റവും കൃത്യതയോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.